ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. നമുക്കും ഇവിടെ സുഖം തന്നെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മളെ വീഡിയോ കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. നമ്മളെ യൂട്യൂബൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ളൊരു വീഡിയോ ആണ് ഇട്ടിട്ട്. അന്ന് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും തുടർച്ചയായിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ കേട്ടോ. അതിനുശേഷം നമ്മൾ യൂട്യൂബൊക്കെ മൊത്തത്തിൽ എന്തൊക്കെയോ ആയി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ശരിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ മുടങ്ങാതെ ഇടണം കരുതുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു പാർട്ടി വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളെ വലിയ മോന് 10 A+ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സന്തോഷം നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ കുട്ടികൾക്ക്. നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ. അപ്പം സേമിയ പായസമാണ്. അപ്പോൾ ചേച്ചിമാർക്കാണ് കേട്ടോ നമ്മൾ പായസം ഉണ്ടാക്കാൻ കൊടുത്തിട്ടുള്ളത്. അടുക്കള നമ്മൾ അവർക്കാണ് കൈമാറി കൊടുത്തിട്ടുണ്ട്. അവരുണ്ടാക്കിയാൽ നമ്മളുണ്ടാക്കുന്നതിലേറെ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. ഇതൊക്കെയുള്ള പായസം എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ അവർ സദ്യയിലേക്ക് കിട്ടുന്ന പായസം. അപ്പോൾ അതുപോലെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചേച്ചിമാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് കേട്ടോ പായസമൊക്കെ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ചേച്ചി പാലും പാക്കറ്റൊക്കെ പൊട്ടിച്ചാണ്. നമ്മൾ അയൽവക്കക്കാരും അതേപോലെ നമ്മളെ ഫാമിലിയുള്ളവരും എല്ലാവരും കൂടിയിട്ട് മധുരം കൊടുക്കാമെന്ന് കരുതിയാണ്ട് എല്ലാവരും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവർക്കൊന്നും വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അവർ വീഡിയോയിൽ കാണിക്കാത്തത്. നമ്മളെ അയൽവാസികളും അതേമാതിരി നമ്മളെ ഫാമിലിയുള്ളവരും എല്ലാവരും കൂടിയിട്ട് പായസം ഉണ്ടാക്കി ഒക്കെ കുടിച്ച് ഒക്കെ ആകുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അല്ലേ? അവനും സന്തോഷമാണ്, ഞമ്മക്കും അതൊരു സന്തോഷമാണ്. പിന്നെ അതേപോലെ കേക്ക് കട്ട് ചെയ്യൽ ഇതൊക്കെയാണല്ലോ ഒപ്പം കുട്ടികൾക്കുള്ള സന്തോഷങ്ങൾ. അപ്പോൾ നമ്മൾ കേക്കും കൂടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് പായസം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ കേക്കും കൂടെ കട്ട് ചെയ്യും. അപ്പോൾ അതാ ചേച്ചി ഓരോ തമാശ പറഞ്ഞാണ്ട് ചേച്ചി തന്നെ ചിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനത് കട്ട് ചെയ്തതാണ്. അങ്ങനെ അതാ പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തത് ഞാൻ സാബുനരി ഒന്ന് വറുക്കണം കേട്ടോ. ചേച്ചി സേമിയാനൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അപ്പം എന്നോട് ആ സമയം അപ്പുറത്ത് സാബുനരി ഒന്ന് വറുത്തെടുത്തളാന്ന്. അപ്പോൾ ഞാനത് വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി അടുക്ക് വന്ന് പാല് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, അടി പിടിക്കും പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ചെമ്പട്ടി പായസം ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ അയൽവാസികളൊക്കെ ഒരുപാട് അയൽവാസികളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം അയൽവാസികൾ ഹിന്ദുസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അവരെ വിളിച്ചാൽ അപ്പോൾ ഇവിടെ ഓടിയെത്തും കേട്ടോ. ഭയങ്കര രസമാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെയ്ത് കൊടുക്കും. ഇനി അവർക്ക് നമ്മളതായിട്ടുള്ള ഫുഡുകൾ എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവർ എന്നെയും വിളിക്കും. ഞാൻ അവിടെ പോയി കണ്ട് എല്ലാം ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു വീട്ടിൽ കഴിയണ പോലെ തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിയണ. നല്ല ഒത്തൊരുമയിൽ തന്നെ കഴിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ജാതി മത വ്യത്യാസമൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ ഒരുപോലെ കഴിഞ്ഞ് പോകുന്നുണ്ട്. അൽഹംദുലില്ലാ. അതന്നെയല്ലേ നമുക്ക് റാഹത്ത്. നമ്മളെ അയൽവാസികൾ നമുക്ക് ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും നമുക്ക് ഉപകാരം ഉണ്ടാകണം, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടെ ഹിന്ദുസാണ് അയൽക്കത്തുള്ള നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കേട്ടോ. നമുക്ക് ഏറെ സന്തോഷം ഉണ്ടായിട്ടുള്ളൂ. കാരണം നമുക്ക് എല്ലാ ഉപകാരങ്ങളും അവരെ കൊണ്ട് കിട്ടുന്നുണ്ട്. എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന മാതിരി അവരെ ഞാൻ സഹായിച്ച് കൊടുക്കലുണ്ട് കേട്ടോ. അതുകൊണ്ടും തന്നെ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് ഒരുമിച്ച് പോണത്. അങ്ങനെ എന്താ ചേച്ചി പറയുന്നത് സേമിയം വറവായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് രസവെള്ളം കൂടി ഒഴിച്ച് കണ്ട് അങ്ങനെ അത് തന്നെ വേവിക്കാമെന്നൊക്കെയാണ് പറയണത് കേട്ടോ. അങ്ങനെ അതൊക്കെ വേവിച്ച് പാലിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റേ ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. ചേച്ചിക്ക് വരാൻ കുറച്ച് വൈകി. അപ്പോൾ ചേച്ചിയാണ് സേമിയ ഞാൻ വറുത്തോളാം എന്നൊക്കെ പറഞ്ഞതാ. ചേച്ചി സേമിയൊക്കെ വറുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടാണ് വറുക്കുന്നത് കേട്ടോ. അങ്ങനെ ഈ ചേച്ചിയും 2 ചേച്ചിമാരും കൂടിയാണ് നമുക്ക് പായസമൊക്കെ റെഡിയാക്കി തന്നത്. പിന്നെ യൂട്യൂബ് പോയി എന്ന് പറഞ്ഞില്ലല്ലോ. യൂട്യൂബ് കുറച്ച് ദിവസമായിട്ട് എന്തോ ആയതെന്ന് തന്നെ അറിയില്ല കേട്ടോ. പിന്നെ യൂട്യൂബ് മൊത്തം പോയി. ഞാൻ കുട്ടികളെ വീഡിയോ ഇട്ടിട്ടോ എന്താ അറിയില്ല, യൂട്യൂബ് മൊത്തത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കിട്ടും ചെയ്തു. ആ ഒരു സന്തോഷത്തിലൊക്കെ കേട്ടോ. കുറച്ച് ദിവസം പിടിച്ചു കേട്ടോ അത് കിട്ടാൻ വേണ്ടിയിട്ട് യൂട്യൂബ്
അപ്പോൾ അത് കിട്ടിയ സന്തോഷവും പിന്നെ അവന് 10 A+ കിട്ടിയ സന്തോഷം എല്ലാം കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഭയങ്കര സങ്കടമായിരുന്നു യൂട്യൂബിൽ പോയി എന്ന് പറഞ്ഞിട്ട്. നമ്മൾ അത്രയും ഇടങ്ങേറായി അത്രയും വീഡിയോസ് കിട്ടുക, നമ്മൾ വീഡിയോ ഒക്കെ റീച്ചായി വരുന്നുള്ളതിനും ആ ടൈമിൽ നമുക്ക് യൂട്യൂബിൽ പോയി എന്ന് പറയാം എത്ര സങ്കടം ഉണ്ടാവും. ഇപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുത്ത് ഇപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോ ഒക്കെ ഇടണം എന്നൊക്കെ കരുതുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ പായസമൊക്കെ റെഡിയായി ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ മൂത്താപ്പ ഇവിടെ ഇരുന്ന് ഫോണിൽ തോണ്ടിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ പായസവും കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ അതിൽ ഇട്ടിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. പക്ഷേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ബൈ.